അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. HSM സ്കോളർഷിപ്പ് ഓൺലൈൻ പരിശീലനം എഡ്യൂഫേസ് ഒരു ആഴ്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ജനറൽ നോളജാണ്. ജനറൽ നോളജ് എന്ന് പറയുന്ന പാർട്ട് 3 ആണ് നമുക്ക് ജനറൽ നോളജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പരീക്ഷയ്ക്ക് വളരെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തീർത്ത് തരും. ഇൻഷാ അല്ലാഹ് അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ജനറൽ നോളജാണ്. ജനറൽ നോളജ് പഠിക്കണം, ചോദ്യങ്ങൾ വരും, കുറവായിരിക്കും, എന്നാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ് എന്നുള്ളതാണ്. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം കേട്ടോ. എറണാകുളമാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. നദികളുടെ ജില്ല എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജില്ലയാണ് ഏത്? കാസർഗോഡ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറഞ്ഞുതരാം. അത് വേണം നിങ്ങൾ ഉത്തരമായിട്ട് എഴുതാൻ കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടുക്കി ആയിട്ടുണ്ട്. പാലക്കാട് എന്ന് ചിലപ്പം പഠിച്ചു വെച്ചവരൊക്കെ ഉണ്ടാവും, ചില സ്ഥലത്ത് അങ്ങനെ കാണും. അത് മാറിയിട്ടുണ്ട്. ഇടുക്കിയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്നാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജില്ലയാണ്. ഞാൻ വയനാട് ജില്ലക്കാരനാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൊന്നാനിയാണ് കേട്ടോ. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൊന്നാനിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ 10 പഠിച്ചു കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോകാം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷ കേട്ടോ. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച അത്ലറ്റാണ് PT ഉഷ. നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പയ്യോളി എക്സ്പ്രസ് കോഴിക്കോട് ജില്ലയിലാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ് കേട്ടോ. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. നമ്മൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളത് എവിടെയാണ്? വയനാടാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. മലമ്പുഴ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ളത് ഗുജറാത്തിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ളത് കേരളത്തിലും, എന്നാൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ, അപ്പോൾ വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്രം ആഭ്യന്തരം എന്ന 2 രീതിയിലുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളും കൂടെ കൂട്ടിയാൽ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലുമാണ്. രാജ്യങ്ങൾക്കിടയിൽ
വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ആണ്. രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്നമാണ്. സാധാരണ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? ഭാരതരത്നമാണ്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ഭാരതരത്നമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? അത് ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഏതാണ്? ഗോവ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇനി അടുത്ത് എന്താണ്? ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കുറച്ച് ജനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അത് സിക്കിമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? സിക്കിം എന്നാണ്. ഇനി വനവിസ്തൃതി കൂടിയ സംസ്ഥാനം അഥവാ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. കടുവ സംസ്ഥാനം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കടുവകൾ ഇന്ത്യയിലുള്ളത് എവിടെ തന്നെയാണ്? മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണെന്ന് പറഞ്ഞു. സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത്. മരുഭൂമി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും മക്കൾ എന്ത് പറയാം? രാജസ്ഥാൻ എന്ന് പറയാം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ദേശീയ ഗാനം പാടാനുള്ള സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. നമ്മുടെ ദേശീയ ഗാനം പാടാനുള്ള സമയം 52 സെക്കൻഡാണ്. നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോറാണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദേശീയ ഗാനം പാടാനുള്ള ഔദ്യോഗികമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 52 സെക്കൻഡാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഏതാണ്? രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ചത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ചോദിക്കും ഇന്ത്യ കൂടാതെ ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചത് എന്ന്. അപ്പോൾ മക്കളെന്ത് പറയണം? ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ് കേട്ടോ. നാഷണൽ ഫ്രൂട്ട് ഏതാണ്? മാംഗോ അല്ലെങ്കിൽ മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ഫലം അത് 2 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ഇനി ദേശീയ നദി ഏതാണ്? ഗംഗയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. എല്ലാവർക്കും അറിയാലോ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഏത് തന്നെയാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഏത് തന്നെയാണ്? ഗംഗയാണ്. ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. നമ്മുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. ഹോക്കിയാണ് നമ്മുടെ ദേശീയ കായിക വിനോദം, നാഷണൽ ഗെയിം എന്ന് പറയുന്നത്. ദേശീയ മത്സ്യം ഏതാണ്? അയലയാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? അയലയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അഥവാ എഴുതാനും വായിക്കാനും അറിയുന്നവർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. അഥവാ എണ്ണം കൊണ്ടല്ല, പെർസെൻറ്റേജ്, ശതമാന അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഏറ്റവും കുറവ് എവിടെയാണ്? എഴുത്തും വായനയും അറിയുന്നവർ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ബീഹാറിലാണ്. സാക്ഷരത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലമുള്ള നദി ഏതാണ്? അത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലമുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്ര. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഗംഗയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ജലമുള്ള ഇന്ത്യയിലെ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് അല്ലേ. ഷുഗർ ബൗൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ
ഷുഗർ കെയിൻ അഥവാ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമൊക്കെ ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുനയുടെ തീരത്താണ് കേട്ടോ. താജ്മഹൽ നദി പിന്നെ യമുനയുടെ തീരത്താണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയും യമുനയുടെ തീരത്താണ് ഉള്ളത്. ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത, അയൺ ലേഡി എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനനം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനനം നടക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ബംഗളൂരു ആണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ് കേട്ടോ. ബാംഗ്ലൂർ എന്നത് പഴയ പേരാണ്, ബംഗളൂരു എന്നാണ് പുതിയ പേര്. മൈസൂർ കടുവ എന്നറിയപ്പെട്ടത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. മൈസൂർ കടുവ എന്നറിയപ്പെട്ടത് ടിപ്പു സുൽത്താനാണ്. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റ് ഉപയോഗിച്ച ഇന്ത്യൻ രാജാവും ആര് തന്നെയാണ്? ടിപ്പു സുൽത്താൻ. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റ് ഉപയോഗിച്ച ഇന്ത്യൻ രാജാവും ആര് തന്നെയാണ്? ടിപ്പു സുൽത്താനാണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ജില്ല നമ്മൾ പറഞ്ഞു, അത് ഏതാണ്? അത് കണ്ണൂരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗുജറാത്താണ്. ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് 5 നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. 1911 ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാകുന്നത്. ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, കൊൽക്കത്തയാണ്. സയൻസ് സിറ്റി, അതുപോലെ തന്നെ സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ നഗരം, ശാസ്ത്ര നഗരം അഥവാ സയൻസ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നടന്ന എവിടെയാണ്? ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ബീഹാറിലാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ബീഹാറിലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഹൃദയഭൂമി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നതൊക്കെ ഇത് തന്നെയാണ്, മധ്യപ്രദേശാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പവർ ഹൗസ്, നമുക്ക് നല്ല പവർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല എനർജി, ഊർജ്ജം വേണം അല്ലേ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് മഹാരാഷ്ട്രയെ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? മുംബൈയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. നമ്മൾ പറഞ്ഞു കൊൽക്കത്തയായിരുന്നു, പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റിയതാണ്. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മുംബൈയിലായതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? ജയ്പൂരാണ് കേട്ടോ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂറാണ് പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ട നല്ല നല്ല ചോദ്യങ്ങളാണ്.
നന്നായിട്ട് പഠിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി ഹരിയാന, പഞ്ചാബ് എന്നിവയുടെ തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡാണ്. അതായത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾക്ക് ഒരു തലസ്ഥാനം വരുന്നുണ്ട്. 2 സംസ്ഥാനങ്ങൾക്ക് ഒരു തലസ്ഥാനം വരുന്നുണ്ട്. അതാണ് ചണ്ഡീഗഡ്. ആ സംസ്ഥാനങ്ങളാണ് ഹരിയാനയും പഞ്ചാബും. അപ്പോൾ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അപ്പോൾ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ആദ്യമായി ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ്. ആദ്യമായി ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ എന്ന് പറയുമ്പം കാശ്മീരൊക്കെയാണ് പല കൂട്ടുകാർക്ക് ഓർമ്മ വരിക. പക്ഷേ ഓർത്ത് നോക്കുക എന്താണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ആപ്പിൾ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി. അല്ലേ, എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? രാജ്ഘട്ട് എന്ന പേരിലാണ്. അപ്പോൾ ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രാജാവാണ് ഗാന്ധിജി. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനൊക്കെ വളരെയധികം പ്രയത്നിച്ച വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് എന്ന പേരിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഏതാണ്? വെള്ളിയാഴ്ചയാണ്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയാം. ആ 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ 5 വർഷം ആ സ്ഥാനത്ത് തുടരാം. വീണ്ടും ഇലക്ഷൻ നടക്കുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് പ്രസിഡന്റിൻ്റെ കാലാവധി 5 വർഷമാണ്. പ്രസിഡന്റ് മാത്രമല്ല ലോക്സഭ, രാജ്യസഭ, നിയമസഭ ഇതിൻ്റെയൊക്കെ കാലാവധി 5 വർഷമാണ്. ഇനി അഥവാ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്നൊക്കെ ചോദിച്ചാലും നമുക്ക് 5 എഴുതാം. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനെ കൃത്യമായ ഒരു കാലാവധി ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്ക് പ്രധാനമന്ത്രിയെ മാറ്റാവുന്നതാണ്. ചോദ്യം വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 വർഷം വരെ എന്ന് എഴുതാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായത് ആരാണെന്നറിയോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായതോ അത് ഹമീദ് അൻസാരിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായത് ഹമീദ് അൻസാരി. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ രാഷ്ട്രപതിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. 25 വയസ്സാണ് പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത്. ശിശുദിനമായി ആചരിക്കുന്ന ദിവസം എല്ലാവർക്കും അറിയാലോ, നവംബർ 14. നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇനി അവസാനത്തെ ചോദ്യം, ഇതോടെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. ചാച്ചാജി എന്നറിയപ്പെടുന്ന ആരാണ്? നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 75 പ്രധാനപ്പെട്ട ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം നിങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിക്കണം. പരീക്ഷയ്ക്ക് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിലും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും ഒരുപാട് പരീക്ഷകളും അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ പോവുകയാണ്. അതിലൊക്കെ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിരുത്തി എന്നേക്കുമായിട്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.